ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേറ്റുകെ റൈഡിൻ്റെ ഡേ 6 സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഡൽഹിനെ ആസ്പദമാക്കിയിട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 470 ഒരു റൗണ്ട് പറയുകയാണെങ്കിൽ 500 കിലോമീറ്റർ അടുത്തുണ്ട് ഇന്നത്തെ റൈഡെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു 12 ഹവറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇൻക്ലൂഡിങ് ബ്രേക്സൊക്കെ. മാപ്പ് അത്ര നേരമൊന്നും കാണിക്കുന്നില്ല, എന്നിരുന്നാലും നമ്മൾ ഹൈവേയിൽ പോകുന്നതല്ലേ, നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പോകുമ്പം മേ ബി അത്രയും ടൈമൊക്കെ എടുത്തേക്കാം. അതുകൊണ്ടാണ് 12 hours എന്ന് പറഞ്ഞത്. നമുക്ക് ആ ഒരു ടൈം പീരീഡിന് മുമ്പേ തന്നെ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, വണ്ടിയിൽ ചെറിയ ക്ലച്ച് ഇഷ്യൂ, അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ ചെറിയ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഷോറൂമിൽ പോയി റെഡിയാക്കിയിരുന്നു, ബട്ട് അത് പിന്നെയും ആ ഇഷ്യൂ ഇന്നലെ തൊട്ടത് കാണിക്കുന്നുണ്ട്. അപ്പം ഡൽഹി ചെന്ന് കഴിഞ്ഞ് 2 ദിവസം സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ സർവീസ് ചെയ്യാനും എനിക്ക് പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അത് കാണിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നും വരത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം റീപ്ലേസ് ചെയ്യേണ്ട ഒരുവിധം എല്ലാം നാട്ടിൽ വെച്ച് തന്നെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പണിയൊന്നും വരത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ട്രാഫിക്കൊക്കെ സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. ഒറ്റ വണ്ടിയൊക്കെ അതിലേതിലേം പോകുന്നത് കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഒത്തിരി ടൈം പോകാതെ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ വന്ന് കയറിയത് മഴയത്ത് നനഞ്ഞു കുളിച്ചാണ്. അപ്പം രാവിലെ ഇറങ്ങിയപ്പോഴും ചെറിയൊരു ചാറ്റലുണ്ടായിരുന്നു. മേഘങ്ങളൊക്കെ മൂടി തന്നെ കെട്ടിയാണ് നിൽക്കുന്നത്. മഴയത്ത് ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫ് ജോബാണ്. ഒന്നാമത്തെ കാര്യം വെയിറ്റ് ഉണ്ട് ബൈക്കിന്, പിന്നെ റോഡ് സ്ലിപ്പറി ആയി കഴിഞ്ഞാൽ ഓടിക്കാൻ പാടാണ്. അപ്പം കുറച്ച് എക്സ്ട്രാ കെയർ വേണം മഴയത്ത് ഓടിക്കാനായിട്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു യമുന എക്സ്പ്രസ് ഹൈവേയിൽ ബൈക്ക് ഓടിക്കണമെന്നുള്ളത്. അത് ഈ ബൈക്ക് ഓടിക്കണമെന്നായിരുന്നില്ല, വേറെങ്കിലും നല്ല സൂപ്പർ സ്പോർട്ട് ബൈക്ക് ഓടിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നിരുന്നാലും ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഈ ബൈക്കൊക്കെ തന്നെ ധാരാളം. ഇതൊട്ടും മോശമെന്നല്ല, എന്നിരുന്നാലും ഒരു നല്ല ഡിസ്റ്റൻസ് ഉള്ള ഒരു റോഡിൽ നല്ല പവർഫുള്ളൊരു ബൈക്ക് ഓടിക്കുക എന്ന് പറയുമ്പം അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. അപ്പോൾ ഇനി ഹൈവേയിൽ കയറിയിട്ട് കാണാം. ഇപ്പോൾ ആക്ച്വലി ഝാൻസി സിറ്റിയിൽ നിന്ന് ഇറങ്ങി ടുവേർഡ്സ് ആഗ്ര റോഡിൽ കയറിയിരിക്കുകയാണ്. നോർത്ത് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ട് വീഡിയോക്കൊക്കെ ഡ്യൂറേഷൻ ഭയങ്കര കുറവായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ചും കൂടെ മികച്ച കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചെറിയൊരു ബ്രേക്കിന് ശേഷം റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ വെച്ചൊരു പയ്യനെ പരിചയപ്പെട്ടു. കോഴിക്കോട് നിന്ന് കാശ്മീർ വരെ സൈക്കിൾ ചവിട്ടി വരുന്നത്. എന്താ അല്ലേ, സൈക്കിളൊക്കെ ചവിട്ടി വരുന്നതിനൊരു വേറെ വൈബ് തന്നെ വേണം. അപ്പോൾ സേഫായിട്ട് ഇത്രയും ദൂരം ആൾ ചവിട്ടി എത്തി. ഇനിയുള്ള ദൂരങ്ങളും അതുപോലെ തന്നെ സേഫായിട്ട് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. രാവിലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് മഴയത്ത് വണ്ടി ഓടിക്കേണ്ടി വരുന്നു. ബട്ട് കുറച്ച് നേരമായിട്ട് മഴയൊന്നുമില്ല, നല്ല ക്ലിയർ സ്കൈ ആണ്, നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറുമാണ്. അതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹം ഞാനങ്ങനെ സഫലീകരിച്ചിരിക്കുകയാണ്. യമുന എക്സ്പ്രസ് ഹൈവേയിൽ കൂടെ ബൈക്ക് ഓടിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അത് ഞാനിന്നിങ്ങനെ സാധിച്ചു. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി 2 ദിവസം ഡൽഹിയിലായിരിക്കും സ്റ്റേ ഉണ്ടായിരിക്കുക. സർവീസസ് അതുപോലെ തന്നെ റെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അനാവശ്യമായിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫുഡ് കഴിക്കുന്നതും അതുപോലെ ഫ്യൂല് റീഫിൽ ചെയ്യുന്നതും റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒന്നും വിഷ്വൽസ് ആഡ് ചെയ്യാത്തത്. അപ്പോൾ മഴയുടെ ഒരു സാധ്യത കാണിക്കുന്നതുകൊണ്ട് ഞാൻ പയ്യെ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്.
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കാണുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ടാറ്റ, ബൈ ബൈ, റൈഡ് സേഫ്, ടേക്ക് കെയർ.